GS പ്രദീപ് കൂടി ചേരുകയാണ്. ശ്രീ GS പ്രദീപ്, അങ്ങേക്ക് വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അങ്ങേക്ക് മാത്രമല്ല, ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച എല്ലാവർക്കും ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ചില ആൾക്കാരുടെ ഭീഷണി വരുന്നുണ്ട്. പക്ഷേ ദില്ലിയിൽ അമിത്ഷായുടെ കേന്ദ്ര സേനയും അതുപോലെ തന്നെ ദില്ലി പോലീസും ഒക്കെ അടിച്ചോടിക്കാൻ തുടങ്ങി, കുട്ടികളെ ഭയപ്പെടുത്താൻ നോക്കി. പക്ഷേ ഇരട്ടിയിലധികം വിദ്യാർത്ഥികൾ തിരികെ അതേ സ്ഥാനത്ത് സമരം തുടരുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. പ്രദീപ്, ഞാന് ഇന്നലെ ഇട്ടിരുന്ന പോസ്റ്റില് സ്വാതന്ത്ര്യ സമരത്തിന്റെ സൈറനാണ് മുഴങ്ങുന്നത് ഇന്ദ്രപ്രസ്ഥത്തിൽ എന്നാണ് എഴുതിയിരുന്നത്. അതാകും പലരെയും പ്രകോപിപ്പിച്ച പ്രധാന കാര്യം. പക്ഷെ അങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നതിന് പിന്നിലുള്ള കാരണം, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടായത് തന്നെ ഉജ്ജ്വലമായ നിരവധി പോരാട്ടങ്ങളുണ്ട്. അതെല്ലാം ഉള്ളപ്പോൾ തന്നെയും പഠനശാലകളെല്ലാം വല്ലാതെ ബുദ്ധിമുട്ടിലാകുന്ന ഒരു സാഹചര്യത്തില് നിരത്തിലിറങ്ങിയ കൗമാരത്തിന്റെ വിദ്യാർത്ഥികളുടെ ഒക്കെ പോരാട്ടം ഉണ്ടായിരുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി. ഇന്നിപ്പോ ഡൽഹിയിൽ കാണുന്നതും ഈ പണ്ട് മഹാമഴയ്ക്ക് മുമ്പ് എലികളെന്നതുപോലെ പോലീസുകാരുടെ തല്ലുകൊണ്ടുണ്ടായ മുറിവുകൾ പൊത്തിപ്പിടിച്ച് തെരുവോരങ്ങളിൽ പൊരുതുന്ന യുവാക്കളുടെ, കുട്ടികളുടെ ഒരു വലിയ പോരാട്ടമാണ് നമ്മൾ കാണുന്നത്. ഈ ദുരധികാരത്തിന്റെ ദുശാസന രൂപങ്ങൾ ഏത് രൂപത്തിൽ നിലകൊണ്ടാലും ഇവരൊക്കെ പറയുന്ന, ഇവരെല്ലാം പ്രഘോഷിക്കുന്ന ഒരു പാരമ്പര്യമാണ് സോ കോൾഡ് ഭാരതീയ പാരമ്പര്യമെന്ന് അവർ തന്നെ പറയുന്ന ആ പാരമ്പര്യം ഉണ്ടല്ലോ. ആ പാരമ്പര്യത്തിൽ ഇതിഹാസങ്ങളെ പോലെ പ്രാധാന്യമുള്ള ഒരു കഥയാണ് പഞ്ചതന്ത്രം. വിഷ്ണു ശർമ്മൻ എന്ന ബ്രാഹ്മണനായ ജ്ഞാനി എഴുതിയതാണല്ലോ. അതിലെ ഏറ്റവും മനോഹരമായ ഏടുകളിൽ ഒന്നാണ്, നഗ്നനായി തെരുവിലൂടെ നടന്ന രാജാവിനെ ചൂണ്ടി 4 വയസ്സുള്ള കുട്ടി രാജഭക്തന്മാർ നടുങ്ങുന്ന ശബ്ദത്തിൽ രാജാവ് നഗ്നനാണെന്ന സത്യമുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ശക്തിയുള്ള നാവുകൾ ഇന്ദ്രപ്രസ്ഥത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതിനുവേണ്ടി ആകാശത്തിലേക്ക് അവരുടെ മുഷ്ടികൾ എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ മുദ്രാവാക്യങ്ങളിൽ ഈ ദുരധികാരത്തിന്റെ കേന്ദ്രങ്ങളൊക്കെ തകർന്നു വീഴുമെന്നുള്ള കാര്യത്തിൽ വ്യക്തിപരമായി നമുക്ക് ആർക്കും സംശയമില്ലല്ലോ. തീർച്ചയായും ഇതില് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പുതിയ തലമുറ അവരെ നിങ്ങൾ ലാത്തിയും തോക്കും ബയണറ്റും ബുൾഡോസറും കാണിച്ച് ഭയപ്പെടുത്താൻ നോക്കിയാൽ തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു തലമുറ ഭയപ്പെടുകയില്ല, നിങ്ങളുടെ ഭീഷണിക്ക് വഴങ്ങുകയില്ല എന്നുള്ളതാണ്. കൊച്ചു കുട്ടികൾ, 10 വയസ്സ് 12 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ആ സമരവേദിയിൽ പല പല പോസ്റ്ററുകൾ ശരീരത്ത് പതിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു നീങ്ങുന്ന കാഴ്ച കാണുന്നുണ്ട്. ഒരു 10-12 വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു ദില്ലി പോലീസ് അതിക്രൂരമായുള്ള ആ കുട്ടിയുടെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. പെൺകുട്ടികളെ ശരീരഭാഗങ്ങളിൽ ലാത്തി കൊണ്ട് ക്രൂരമായി ഇടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. തറയിൽ വീണ് കിടക്കുന്ന പെൺകുട്ടികളെ വലിച്ച് ഉയർത്താൻ എന്ന മട്ടിൽ അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. എത്ര മ്ലേച്ഛമായ രീതിയിലാണ് ഈ BJP സർക്കാർ ജനാധിപത്യ സമൂഹത്തിൽ, സാംസ്കാരികമായ ഒരു സമൂഹത്തിൽ ഇടപെടുന്നത് ശ്രീ GS പ്രദീപ്. അതെന്ന് പറഞ്ഞാല് ഈ നമ്മളിപ്പോ സംസാരിക്കുന്നത് കേരളത്തിൽ നിന്നുകൊണ്ടാണ്. ഇന്റർനെറ്റ് മൗലികാവകാശമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായ കേരളത്തിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഏറ്റവും വലിയൊരു നേട്ടമാണത്. ആ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ പറയുമ്പോൾ ഈ സമരം നടക്കുന്ന പ്രദേശങ്ങളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ പൂർണ്ണമായും ലംഘിക്കുക അല്ലെങ്കിൽ അത് നിരോധിക്കുകയും ചെയ്തുകൊണ്ടാണ് സമരത്തെ നേരിടാൻ ആദ്യം തന്നെ അവർ ശ്രമിച്ചത്. പക്ഷെ അവിടെ അവർ ചിന്തിക്കേണ്ടത് വിജ്ഞാനം, അറിവ്, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ നാട്ടിന്റെ തപിപ്പിക്കുന്ന വിവരങ്ങളൊക്കെ വിരൽത്തുമ്പിലുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. 10-12 വയസ്സുള്ള കുട്ടിക്കും അവന് ചുറ്റും നടക്കുന്ന അധാർമികമായ കാര്യങ്ങൾ, അവന്റെ ഉള്ളു പൊള്ളിക്കുന്ന വാർത്തകൾ അവന്റെ വിരൽത്തുമ്പ് കൊണ്ട് അവന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആധുനിക ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പഴയ കാലങ്ങളിൽ ഈ അടിച്ചമർത്തലുകൾ പലരും നടത്തിയിട്ടുണ്ടാകാം. അത് ദരിദ്രനാരായണന്മാരായ മനുഷ്യർ ഗ്രാമങ്ങളിലെ കുടിലുകളിൽ വസിക്കുമ്പോൾ ചുറ്റും നടക്കുന്നത് പലതും അവരുടെ അറിവിൽ നിന്ന് തമസ്കരിക്കപ്പെടുത്താൻ ഭരണവർഗത്തിന് കഴിഞ്ഞതുകൊണ്ടാണ്. ഇന്ന് ലോകത്തിന്റെ ഈ ചുറ്റുമുള്ള കാര്യങ്ങൾ അറിയുവാനുള്ള വാതിലുകളൊക്കെ മലർക്ക തുറന്നിട്ട് കിടക്കുന്ന, ഗ്രഹണശേഷിയിൽ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ജനത ഈ ലോകത്ത് ജീവിക്കുകയാണ്. ഇന്ന് അവർക്കറിയാവുന്ന കാര്യങ്ങളിലുള്ള അവരുടെ അമർഷത്തെ, അവരുടെ പ്രതികരണത്തെ, ദുരധികാരത്തിനെതിരെയുള്ള അവരുടെ പ്രതിരോധത്തെ ഒരു തരത്തിലും കൊട്ടിയടയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭരണകൂടം ഇന്ന് ഉപയോഗിക്കുന്ന ഏത് തരത്തിലുള്ള
മർദ്ദന മാർഗങ്ങളോ വളരെയധികം ക്രൂരമായ കശാപ്പ് സംസ്കാര രീതികളോ ഉപയോഗിച്ചാലും ഈ ഉയർന്നു വരുന്ന ഒരു ജനതയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനെ തടയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം പഴയതിനേക്കാൾ എക്യുപ്ഡ് ആണെന്ന് ഇന്നത്തെ കുട്ടികൾ. ആയുധം കൊണ്ടല്ല, അറിവ് കൊണ്ട് എക്യുപ്ഡ് ആയ ഒരു തലമുറയെ എങ്ങനെയാണ് ദുരധികാരം കൊണ്ട് അവർ കൊട്ടിയടക്കുക? ഏത് ലാത്തിക്കാണ് അവരുടെ തലച്ചോറിന്റെ ഗ്രേ മാറ്ററിൽ പതിഞ്ഞ പ്രതികരണത്തിന്റെ ബോധത്തിനെ ഉടയ്ക്കാൻ കഴിയുക? കഴിയില്ല തന്നെ, അതൊന്നും സംശയമില്ലല്ലോ. ശ്രീ പ്രദീപ്, നമ്മൾ കാണുന്നത് ഈ കുറച്ച് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അവർക്ക് വീണ്ടും ഭരണം ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ബംഗാളിൽ അവസാനം അവർക്ക് ഭരണം കിട്ടിയ ഒരു സംസ്ഥാനമാണ്. അവിടെ ഭരണം കിട്ടിയതിന് ശേഷം കണ്ട ഒരു ദൃശ്യം എന്ന് പറയുന്നത് യു പിയിൽ നിന്ന് കുറച്ച് ഈ JCB പോലത്തെ കുറച്ച് മെഷീനുകൾ, ഏതാണ്ട് 10-500 മെഷീനുകൾ ബംഗാളിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ ദൃശ്യങ്ങൾ സ്പ്രെഡ് ചെയ്യുകയാണ്. ഇത് കാണുമ്പോഴേക്കും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, അവിടുത്തെ മറ്റ് ജനവിഭാഗങ്ങൾ ഒക്കെ തന്നെ ഒരു വല്ലാത്ത ഭയം, അങ്കലാപ്പ് അവരുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ ഭയപ്പെടുത്തി പിന്നെ കീഴ്പ്പെടുത്തുക എന്നൊരു തന്ത്രം സ്വീകരിച്ചവർക്ക് പക്ഷേ ദില്ലിയിൽ ഈ 15-16 വയസ്സുള്ള കുട്ടികളുടെ മുമ്പിൽ പതറിപ്പോയി. ശ്രീ പ്രദീപ്, അതായത് ഈ ഭയം കൊണ്ട് ജയിക്കുക, ഭയപ്പെടുത്തി ജയിക്കുക എന്നുള്ള കാഴ്ചപ്പാട് എല്ലാ കാലത്തും ഫാഷിസ്റ്റ് ഭരണകൂടങ്ങൾക്ക് ലോകമെമ്പാടും ഉണ്ടായിരുന്നതാണ്. അത് ബെനിറ്റോ മുസോളിനിയുടെ ഭരണകൂടത്തിനായാലും അഡോൾഫ് ഹിറ്റ്ലറിന്റെ ഭരണകൂടത്തിനായാലും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ അങ്ങനെ ഭയപ്പെടുത്തിയുള്ള ജയമെല്ലാം വളരെ താൽക്കാലികം മാത്രമാണെന്ന് ചരിത്രം ഇന്നോളമുള്ള ഓരോ ഉദാഹരണങ്ങളിലും തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഭയപ്പെടുത്തിയുള്ള ഭരണത്തിന് പ്രസക്തി ഇല്ലെന്നറിയാൻ വേണ്ടി നമ്മൾ അത്ര കാലം പിറകിലേക്കുള്ള ചരിത്രത്തിലേക്ക് പോണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവര് ഭരണകൂടം മിനിഞ്ഞാന്നത്തെ കാര്യത്തിലോട്ട് പോയാൽ മതിയെന്നേ. മിനിഞ്ഞാന്ന് 3 ദിവസം മുമ്പ് ഉത്തരാഖണ്ഡില് ഇപ്പൊ ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അവരുടെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ്, BJPയുടെ. പുഷ്കർ സിംഗ് ധാമി എന്ന് പറയുന്ന BJPയുടെ ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രിക്ക് കുറെ മനുഷ്യര്, സാധാരണക്കാരായ ആയുധധാരികളല്ലാത്ത സ്ത്രീകള്, വൃദ്ധര്, കുട്ടികളൊക്കെ അടങ്ങുന്ന മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ മുട്ടുകുത്തി വിറയ്ക്കേണ്ടി വന്നില്ലേ? 4000-ൽ പരം മരങ്ങൾ ആ ഋഷികേശ് ദേശീയപാതയിൽ നിന്ന് വെട്ടിമുറിക്കാൻ തീരുമാനിച്ചപ്പോ ഈ മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ട്രീ സ്ട്രൈക്ക് മരസമരം നടത്തുന്നു എന്ന് അവർ പ്രഖ്യാപിച്ചു നിന്നപ്പോ കോടതി പോലും പറഞ്ഞു എല്ലാം മാറ്റിവെച്ച് ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സമരത്തിന്റെ ആവശ്യം നിർണ്ണയിക്കാൻ പറഞ്ഞു, മരങ്ങൾ സംരക്ഷിക്കാൻ പറഞ്ഞു, ഇല്ലേ? അതെ. അപ്പോ അതുകൊണ്ട് ഭയം കൊണ്ട് ഭീഷണിപ്പെടുത്താം, ഭയം കൊണ്ട് ജയിക്കാൻ കഴിയില്ല. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിനും ഭീതി വിടർത്തി ശാശ്വതമായി ജയം നേടാൻ കഴിഞ്ഞിട്ടില്ല. പകരം അവര് ഭീതി വിതയ്ക്കുമ്പോ അവര് കൊയ്യാനിരിക്കുന്നത് നിത്യപരാജയത്തിന്റെ കൊടുങ്കാറ്റാണ് എന്ന് അവർ ഇനിയുള്ള ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ. ഒരു ഭാരതീയൻ ആയ ഒരു മനുഷ്യൻ എന്ന നിലയിൽ, കേരളീയൻ ആയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ ചുറ്റുമുള്ള മനുഷ്യർക്ക് നീതി ലഭിക്കുമ്പോഴാണ് നമ്മുടെയും ജീവിതം നീതിബദ്ധമാകുന്നത് എന്ന് കരുതുന്ന ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ ഇങ്ങനെ പകലിലും അന്തിയിലുമില്ലാതെ അടരാടുന്ന ഇന്ത്യയിലെ യുവതയോട് അഭിവാദ്യങ്ങളും ഐക്യദാർഢ്യങ്ങളും അറിയിക്കുന്നതിനോടൊപ്പം അവരാൽ സൃഷ്ടിക്കപ്പെടാനും പിറക്കാനും പോകുന്നത് ഒരു ദശകത്തിലേറെ കാലമായി അടഞ്ഞുപോയ ഇന്ത്യയുടെ സമത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ചിന്തയുടെയും പുതിയ വാതിലുകളായിരിക്കും എന്ന പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നു. നന്ദി.